everyone, welcome back to Jocyclopedia. Jocyclopedia പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സ്വന്തം ജിം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊരു ജിമ്മും ക്ലിനിക്കും ഉള്ളതായിട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് DPI ജംഗ്ഷനിലാണ്. DPI ജംഗ്ഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതക്കാടുന്ന് വരുമ്പോഴുള്ള DPI ഓഫീസിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ജംഗ്ഷനാണ് DPI ജംഗ്ഷൻ. പിന്നെ അതുപോലെ തന്നെ പൂജപ്പുരയിൽ നിന്നും വരാം. പൂജപ്പുരയിൽ നിന്നും ജേറി കഴിഞ്ഞ് വരുമ്പോഴുള്ള ജംഗ്ഷനാണ് DPI ജംഗ്ഷൻ എന്ന് പറയുന്നത്. സിറ്റിക്കകത്ത് തന്നെയാണ്, ട്രിവാൻഡ്രം മെയിൻ സിറ്റിക്കകത്ത് തന്നെയാണ്. കവടിയാറിനൊക്കെ ഒരു 2 കിലോമീറ്റർ അടുത്തായിട്ടാണ് DPI ജംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ക്ലിനിക്കിൻ്റെ ആവശ്യത്തിനായാലും ഫിറ്റ്നസിൻ്റെ ആവശ്യമായാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജിമ്മിൻ്റെ വിശേഷങ്ങളും ജിമ്മിൻ്റെ പ്രത്യേകതകളും എന്താണെന്ന് നമുക്ക് പോയി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഇതെല്ലാം വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോയിൽ. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് വരുന്നതാണ്. ഓക്കെ, കം ഓൺ ഫോളോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ജിമ്മുള്ളത് ഇവിടെയാണ്. താഴെയുള്ളത് ഒരു ദന്തൽ ക്ലിനിക്കാണ്. അതിൻ്റെ അപ്പുറത്തെ ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അതിൻ്റെ മേളിലായിട്ടാണ് നമ്മുടെ ജിമ്മ് വരുന്നത്. മേളിലോട്ട് കാണി. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിലോട്ടുള്ള എൻട്രി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളും ഒപ്പം പോയോ. മേളിലോട്ടുള്ള സ്റ്റെപ്പ് ഇതിലേ കൂടിയാണ്. നമ്മുടെ ജോ ഫിറ്റ്നസ് ജിമ്മ് ഇതുവഴിയാണ് കയറി പോകേണ്ടത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങും മറ്റ് എല്ലാ കൈൻഡ് ഓഫ് ട്രെയിനിങ്ങും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ ബോർഡ് നോട്ടീസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ജിമ്മിലോട്ട് വരിക. നമ്മൾ ജിമ്മിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഡോറിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ PMEGPൻ്റെ ഫ്ലെക്സ് ആണ്. PMEGPൻ്റെ ഫ്ലെക്സ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് വെച്ചാലേ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളും കിട്ടുകയുള്ളൂ. മറ്റുള്ള ആൾക്കാർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിലോട്ട് കയറാം. വരും. അപ്പോൾ ജിമ്മിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജിമ്മിൽ ഹൈടെക് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബയോമെട്രിക്സ് മെഷീനുണ്ട്. അപ്പോൾ ബയോമെട്രിക് മെഷീൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ആണെങ്കിൽ മാത്രമേ ഈ ഡോറ് തുറക്കുകയുള്ളൂ. അതിന് ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ലോക്കും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബയോമെട്രിക് മെഷീനിൽ ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ അഡ്മിഷൻ എത്ര ദിവസത്തേക്കാണ്, അതുപോലെ എന്ന് തീരും, പിന്നെ അവർക്ക് തീരാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകും, തീരാൻ മുമ്പും തീർന്നു കഴിഞ്ഞും എല്ലാം മെസ്സേജ്. അങ്ങനെ എൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഞാൻ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, നമുക്കിനി ഇതിനകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് ജോ ഫിറ്റ്നസ് ജിം എന്ന് പറയുന്നത്. വളരെയധികം എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും വെയിറ്റും അതും ഇതുമൊക്കെയാണ് ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ജിമ്മ് ജോ ഫിറ്റ്നസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെഷീൻസ് നമ്മൾ മെയിനായിട്ട് 3 വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ് മെഷീൻസ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇവോസ്, പിന്നെ ബുൾറോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇന്ത്യൻ കമ്പനിയാണ്. പിന്നെ ബോഡി ലീൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്നും കൂടിയാണ് നമ്മൾ മെഷീൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇവോസ് എന്ന് പറയുന്ന മെഷീൻസ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ബുൾറോക്കിൻ്റെത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫേമസ് ആയിട്ടുള്ള പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതുപോലത്തെ ഇവൻറ്റ്സിനെയൊക്കെ എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെയധികം നല്ലൊരു കമ്പനിയാണ് ബുൾറോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ മെഷീൻസിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളതും പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ എൻ്റെ മെഷീനിൽ ഏതാണ് ഏറ്റവും അടിപൊളി മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്തൊരു മെഷീനാണ് ഈ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഇതിന് ഇഷ്ടം പോലെ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കേരളത്തിൽ മറ്റാർക്കും ഈ ഒരു സീരീസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കാണ് തന്നതെന്നാണ് കമ്പനിക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ചിന്നപ്പ് ഹാൻഡിലാണ്. ഇത് പല ഗ്രിപ്പിനനുസരിച്ച് നമുക്ക് പിടിക്കാം. അതുപോലെ തന്നെ ഇത് എങ്ങോട്ട് വേണം മൂവ് ചെയ്ത് ഏത് ആംഗിളിൽ വേണോ നമുക്ക് ഏത് മസിൽ വേണോ ഫോക്കസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്നപ്പ് ബാറാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിതാ ഇങ്ങോട്ട് നോക്കി,
ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾ വേറെ കണ്ടു കാണില്ല. 2 ഹുക്കാണുള്ളത് ഒരു സൈഡിൽ തന്നെ. സാധാരണ എല്ലാ മെഷീനിലും ഒരു സൈഡിൽ ഒരു ഹുക്കേ വരാറുള്ളൂ. ഇവിടെ 2 സൈഡിൽ 2 ഹുക്ക് വരാറുണ്ട്. ഈ മെഷീൻ ഞാൻ തന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ബ്രൗസർ നോക്കിയപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വരുത്തിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജിമ്മുകളിലും തിരക്ക് കൂടുമ്പോൾ എല്ലാവരും ക്രോസ് ഓവർ കിട്ടാനും അടിയും വഴക്കുമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെസ്റ്റ് ഫ്ലൈസ്, ചെസ്റ്റ് പ്രസ് അത് നമുക്ക് ഈ ഒരു സിംഗിൾ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഡബിൾ ഡി ബാർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മസിൽസ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഇന്ന് ചെയ്യാം. 2 പേർക്ക് 2 സമയം സുഖമായിട്ട് ചെയ്ത് പോകാം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. പിന്നെ നോർമലി എല്ലാ ഇതിലും വെയിറ്റ് ഉള്ളതിനെക്കാട്ടി കൂടുതൽ വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു സ്മിത്തും വരുന്നുണ്ട്. അങ്ങനെ അത് മൾട്ടി യൂസബിൾ ആയിട്ടുള്ളൊരു ഹൈടെക് മെഷീൻ തന്നെയാണ് ഇവിടുത്തെ ക്രോസ് ഓവർ. പിന്നെ നമുക്ക് നോർമലി കാണപ്പെടുന്ന നമ്മുടെ കാഫ് റൈസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മെഗ് ഗ്രിപ്പ് ഹാൻഡിലാണ് ഇത് നമ്മുടെ മസിൽസിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബുൾ റോക്കിൻ്റെ ഹാൻഡിലാണ്. വളരെയധികം നല്ല ക്വാളിറ്റി ഉള്ള വെയിറ്റ് ഉള്ള ഒരു മികച്ചൊരു ഹാൻഡിലാണ്. അപ്പോൾ നമ്മുടെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹാൻഡിലാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഹാൻഡിൽസാണ് മെഗിൻ്റെത്. അത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ മെഗിൻ്റെ ഒരുപാട് ടൈപ്പ് ഹാൻഡിൽസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റോയിങ്ങും പിന്നെ ഷോർട്ട് ടീ ബാർ പുൾ ഡൗൺ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പലതരത്തിലുള്ള ഹാൻഡിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജിമ്മിലെ വേറൊരു ഹൈലൈറ്റാണ്. ആ ഒരു ജിമ്മിൽ ആദ്യം കയറി വന്നാലും കണ്ണടക്കുന്ന ഈ ഒരു മെഷീനിലാണ്. ഒരുപാട് എൻക്വയറി വന്ന ഒരു മെഷീനാണ് ബുൾ റോക്കിൻ്റെ ഈ ഒരു മെഷീൻ. വാ, ഈ കാണുന്ന ഐറ്റമാണ് നമ്മുടെ ഗൊറില്ല റാക്ക്. മറ്റങ്ങനെ ജിമ്മുകളിലൊന്നും അങ്ങനെ ഞാനും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തൊരു സാധനമാണ്. ഞാൻ പവർ ലിഫ്റ്റർ ആയതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക സ്നേഹം എനിക്ക് പലപ്പോഴും ഈ ഒരു ഇതിനോട് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടെടുത്തതാണ്. പിന്നെ നിങ്ങൾ താഴോട്ട് നോക്കിയേ, എന്ത് അടിപൊളി പ്ലാറ്റ്ഫോം ആണെന്ന്. ഇതിൻ്റെ ഈ റബ്ബർ ഷീറ്റിൻ്റെ തിക്നെസ് 5 mm എന്തോ ആണ്. വളരെയധികം നല്ലൊരു തിക്നെസ് ഉള്ളൊരു ഇതാണ്. പിന്നെ അതിൻ്റെ വുഡ് ഡെഡ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെയധികം കംഫർട്ടായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ സാധനം നിങ്ങൾ ആരും എങ്ങും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്താനുമായിട്ടാണ് ഞാൻ ഈ ഒരു ബാർ വാങ്ങിച്ചത്. അത്യാവശ്യം വിലയുണ്ട്. എന്നിട്ട് പോലും ഞാൻ പൈസ മുടക്കിയത് വെച്ച് നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് ബഫല്ലോ ബാർ എന്ന് പറയുന്നത്. ബഫല്ലോ ബാർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ബെഞ്ച് പ്രസ് ചെയ്യാൻ, സ്ക്വാട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ലോഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലം ബാർ. ആൾ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല വെയിറ്റ് ആണ്. 10-25 കിലോ ഉണ്ട്. നോർമലി ആൾക്കാരും ഇതിൽ നമ്മളിവിടെ ചെയ്യാറില്ല. അത്യാവശ്യം നല്ല കരുത്തന്മാർ മാത്രമേ ഇത് പൊക്കി ലിഫ്റ്റ് ചെയ്യാറുള്ളൂ. മെയിനായിട്ട് പറയാനുള്ളൊരു ബാറാണ് ബഫല്ലോ ബാർ. പിന്നെ നമുക്ക് ഇതിനെ തന്നെ സ്ക്വാട്ട് ചെയ്യാം, ബെഞ്ച് ചെയ്യാം. നമുക്കിതിൻ്റെ എല്ലാം ഊരി ഇഷ്ടത്തിന് ഓൾട്ടർ ചെയ്ത് സ്ക്വാട്ടോ ബെഞ്ചോ ഡെഡോ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമും അതിൻ്റെ സംഭവങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ഒരു സംഭവം. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഇത്രയും മൾട്ടി എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇതൊരു മാനുവൽ കിങ് ആണ്. ഇതിൽ നമുക്ക് മാനുവലായിട്ടുള്ള എന്ത് എക്സസൈസ് വേണോ ചെയ്യാം. ഇപ്പോഴും നമ്മുടെ ജിമ്മിലെ ട്രെയിനേഴ്സ് ഇതിലെ എല്ലാ വർക്കൗട്ടും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതിൽ ഓരോ സാധനങ്ങളിലും ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, കമോ. ഈ കേബിൾ കണ്ടില്ലേ? ഈ കേബിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന സ്ഥലത്ത് ഡിസ്ക് ഇഷ്ടത്തിന് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സീറ്റഡ് റോയിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലിപ്പ് ഊരിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ലാറ്റ് പുൾ ഡൗൺ അതുപോലത്തെ എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തെ കഴിഞ്ഞ് നമുക്ക് ബൈസെപ്സ് കേൾ ചെയ്യാം, ട്രൈസെപ്സ് പുഷ് ഡൗൺ ചെയ്യാം. ട്രൈസെപ്സിനൊക്കെ വെയിറ്റ് വേണമെന്നുള്ളവർക്ക് ഇഷ്ടമുള്ള ഡിസ്ക് വാരിയിട്ട് ചെയ്യാം. അതിന് വേണ്ടി കൂടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നമുക്കിവിടെ മൾട്ടി മെഷീനുണ്ട്. അവിടെ മൾട്ടി മെഷീനുണ്ട്, ലാറ്റ് പുൾ ഡൗണിനും അതുപോലെ തന്നെ സീറ്റഡ് റോയിങ്ങും കോംബോ ആയിട്ട് വരുന്ന മൾട്ടി മെഷീനുണ്ട്. പക്ഷേ നമുക്ക് ഇതും കൂടി ആവുമ്പോൾ നമുക്ക് എത്ര ക്രൗഡ് വന്നാലും നമുക്ക് ഇതിലും ആൾക്കാർക്ക് എക്സസൈസ് ചെയ്ത് കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തു വെച്ചതാണ് ഇതൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് സ്പൈഡർ ബെഞ്ചാണ്. സ്പൈഡർ ബെഞ്ച് എന്നാണ് അവരുടെ കമ്പനി ഇതിന് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഹൈറ്റും ആംഗിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിൽ കിടന്നിട്ട്
റോയിങ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ബൈസെപ്സ് കേൾ ചെയ്യാം, ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് മൾട്ടി എക്സസൈസ് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെഞ്ചാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ബാക്കിയുള്ള എല്ലാ ജിമ്മിലെയും പോലും അല്ല, ഞാനൊരു ക്ലിപ്പ് പോലും വളരെയധികം ആലോചിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ബുൾറോക്കിൻ്റെ ഇപ്പോഴായിട്ട് ഇറങ്ങി വരുന്ന ഒരു ക്ലിപ്പാണ്. ഇത് നമുക്ക് ഇടാനും ലോക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് അങ്ങ് കയറ്റിയിടുക, അങ്ങ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം അവിടെ ഇരുന്നോളും. നമ്മൾ പിന്നെ ഊരാൻ നേരത്ത് മറ്റുള്ളിടത്തെ പോലെ പിടിച്ച് വലിക്കുകയോ പൊക്കിയൊന്നും വേണ്ട. ജസ്റ്റ് ഈ ക്ലിപ്പ് അങ്ങ് ഊരുക. വളരെ സിമ്പിളാണ്. പിന്നെ അടുത്തതായിട്ട് വരുമ്പോൾ സ്ക്വാട്ട് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ക്വാട്ട് ചെയ്യുക, ഇവിടെയും സ്ക്വാട്ട് ചെയ്യാം. എൻഗേജ്ഡ് ആണെങ്കിൽ ഒരേ സമയം രണ്ടുപേർക്ക് സ്ക്വാട്ട് ചെയ്യാം. അങ്ങനെയുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ ഒരു ഇതും കൂടി വെച്ചിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഇത് ഒരു ഹൈടെക് സാധനമാണ്, ഗൊറില്ല ഹാൻഡിൽ എന്ന് പറയും. ഈ ഗൊറില്ല ഹാൻഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഷ്രഗ്, ഡെഡ് ലിഫ്റ്റ് ഇതുപോലെയുള്ള എക്സസൈസൊക്കെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കിടന്ന് തന്നെ ചെയ്യാൻ പറ്റും. ബെഞ്ച് പ്രസ് വരെ ബെഞ്ച് എടുത്തിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. അങ്ങനെ ഒരു മെഷീൻസാണ് നമ്മുടെ ഗൊറില്ല ഹാൻഡിൽ എന്ന് പറയുന്നത്. ISO ഗൊറില്ല ഹാൻഡിൽ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം പറയുന്നത്. ബുൾറോക്കിൻ്റെ വളരെ മികച്ച ഒരു മെഷീനാണ് ഇവരുടെ ഗൊറില്ല റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും 2 സൈഡിലായിട്ട് ഇവരുടെ ചിന്നപ്പ് ബാർ വരുന്നുണ്ട്. അതിൽ നന്നായിട്ട് നമുക്ക് ചിന്നപ്പ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഡിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്സിന് ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ഡിപ്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചില ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാറൊക്കെ വലിച്ചു വാരിയിട്ടിരുന്നുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ബാറൊക്കെ വെക്കാനായിട്ട് ഇതിൽ തന്നെ ഒരു ആങ്കറുണ്ട്. ഇവിടെ തന്നെ ബാറൊക്കെ സുഖമായിട്ട് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഷീൻ കൊണ്ടുള്ള മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ ഞാനാണ് ഇത് ഡിസൈൻ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തത്. നമുക്ക് ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. പക്ഷെ എല്ലാവർക്കും ഒരേ സമയം മാക്സിമം എമൗണ്ട് ഓഫ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരുന്നവർ ഹാപ്പിയാണ്. 6 മാസമായി നമ്മുടെ ജിം തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകും. എല്ലാ കസ്റ്റമേഴ്സും വലിയ തിരക്കും റഷും ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസിലുള്ള മെഷീൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. എൻ്റെ പേര് അഭിരാമിനാണ്. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോ ഫിറ്റ്നസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജനറൽ ട്രെയിനിങ് ആയിരുന്നു എടുക്കുന്നത്. ഇവിടെ നമുക്ക് ട്രെയിനേഴ്സ് ബോർഡ് വർക്കൗട്ടാണ് തരുന്നത്. എല്ലാ വർക്കൗട്ടും ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഡൗട്ടില്ല. നമ്മൾ വന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 month എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. ഈ ജിം ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് വർക്കൗട്ട് ചെയ്യാൻ ഒരു അൺകംഫർട്ടബിൾ ഫീൽ വരത്തില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. Take my pride away from me. You don't ever listen, and you live with your complacency. You don't scare me, but you should fear me. The sun is setting, don't trust your hearing. You made a monster, I'm your imposter. Go ahead and wander, but don't trust the water.